Hi dears, welcome to our channel. I am makeup artist Divya Vrind. അപ്പോൾ പുതിയ നമ്മുടെ ഹെയർ സ്റ്റൈൽ കണ്ടോ. ആക്ച്വലി മുടി അങ്ങനെയല്ല ഇരിക്കുന്നത്, മുടി അങ്ങനെ കോംബ് ചെയ്തിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വെട്ടുന്നതിന് മുന്നേ ഉള്ളൊരു മുടി എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് തിക്നെസ് ഒന്നുമില്ല, തിക്നെസ് ഉണ്ടെന്നൊക്കെ തോന്നും, പക്ഷെ അധികം തിക്നെസ് ഒന്നുമില്ല കേട്ടോ. നല്ലോണം ഹെയർ ഫാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒന്ന് മുടി വെട്ടിയേക്കാമെന്ന് ഓർത്തു. മുടി വെട്ടുന്നതിന് മുന്നേ ഉള്ളൊരു പിക്ചർ ഇതാണ്. അപ്പോൾ മുടി വെട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും മുടിയൊക്കെ വെട്ടിക്കളയുമ്പോൾ നമുക്കൊരു ആർക്കാണേലും തോന്നുമല്ലോ, അങ്ങനെ ഒരു ഇതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എന്താണേലും രണ്ടും കൽപ്പിച്ച് നമ്മൾ പുതിയൊരു മേക്ക് ഓവറിന് നമ്മൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ പോയി. ഇനിയിപ്പോൾ പോകുന്ന മുടിയെ പറ്റി ഓർത്തിട്ടൊന്നും നമ്മൾ വിഷമിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പുതിയ മേക്ക് ഓവറിനെ നമ്മൾ അതല്ലാതെ നമുക്ക് വേറൊന്നും നമ്മൾ അന്നേരം ഓർത്തിട്ട് കാര്യമില്ല. ഇനി മുടി വെട്ടി തുടങ്ങി ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ, ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് മുഴുവൻ വെട്ടി, അടുത്ത സൈഡ് എന്താ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചറാപ്പറ വെട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെയർ കട്ട് ചെറിയൊരു അഡ്വെഞ്ചർ ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പലരും പല അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞു കൊള്ളില്ല, ഹെയർ കട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞു. കുറേ പേര് പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. ഇത് എല്ലാം നമ്മൾ വകവയ്ക്കാതെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു അഡ്വെഞ്ചർ തന്നെയാണ്. അപ്പോൾ അത് ബഞ്ചി ജമ്പിങ് ഒക്കെ ചെയ്യുന്ന പോലെ ഈ മുടിയിൽ ഈ കത്രിക വയ്ക്കുമ്പം നമുക്കൊരു അയ്യോ എന്താവും എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. മുടി ഹെയർ കട്ട് ഔട്ട്ലുക്ക് നല്ലതായിരിക്കും, അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിവേ കുറേ നാളായിട്ട് ഇങ്ങനെ ഞാൻ ഓർക്കുന്നതാണ്, ഇങ്ങനെ ഒരു ബോയ് കട്ട് ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തിരിക്കുന്നതാണ്. അപ്പം ആദ്യമൊക്കെ ഒരു വിഷമം തോന്നും. മുടി ഇത്രയും കാര്യമായിട്ടൊക്കെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വളരാൻ അതും ഇതും എണ്ണ തേക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, കുളിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് നമ്മളത് വെട്ടിക്കളയുന്നു, അതൊക്കെ നമുക്ക് തോന്നും. എനിക്ക് ഹെയർ ഫാൾ വരുമ്പോഴത്തേക്ക് എനിക്ക് മുടി വെട്ടണം എന്നുള്ളൊരു ചിന്ത ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് കേട്ടോ. ആക്ച്വലി ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊരു 8ാം ക്ലാസ്സിലൊക്കെ കയറിയ പിന്നെയാണ് ശരിക്കും മുടി നീട്ടി തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ആൺകുട്ടിയുടെ സ്റ്റൈലായിരുന്നു കേട്ടോ എനിക്ക്. മീൻസ് ഡ്രസ്സിങ്ങിലും നമ്മുടെ ഹെയർ സ്റ്റൈലിലും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 8ാം ക്ലാസ് തൊട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തുടങ്ങി, എടി എന്തോ ആടി മുടിയില്ലല്ലോ, എല്ലാവരെക്കാളും പൊക്കമുണ്ട്, പിന്നെന്താ മുടിയും ഇല്ല. അപ്പം അങ്ങനെ എന്തോ എനിക്ക് പിന്നെ അങ്ങ് മുടി നീട്ടാൻ തോന്നി. അങ്ങനെയാണ് മുടി നീട്ടി തുടങ്ങിയത്. എന്നാലും എല്ലാ മാസവും പോയി ഹെയർ കട്ട് ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുടി കുറച്ച് കൊഴിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഹെയർ കട്ട് ചെയ്തേക്കാം എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഇന്ന് വരെ ഹെയർ കട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു, പോയി ഹെയർ കട്ട് ചെയ്തു. അങ്ങനെ അപ്പോൾ മുടി ഓൾമോസ്റ്റ് ഇതേ മുകൾ ഭാഗവും വെട്ടി കഴിയാറായിട്ടുണ്ട്. എന്താവും ഫൈനൽ ലുക്ക്. ഞാനൊരു റെഫറൻസൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ആൾ മുടി വെട്ടുന്നത് കേട്ടോ. അയ്യോ ഇപ്പം എന്നെ കണ്ടൊരു ശുപ്പാണ്ടി ലുക്ക്. നമ്മുടെ ബാലരമയ്ക്കകത്തൊക്കെ ഒരു ശുപ്പാണ്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലായിരുന്നു. പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും വെട്ടി വരുമ്പോൾ നമ്മുടെ ആ ഒരു റെഫറൻസ് പോലെയൊക്കെ ആയി വരുന്നുണ്ട്. തൊപ്പിക്കട്ടാണോ ഉദ്ദേശിച്ചത്? മഷ്റൂം കട്ട്. പണ്ട് ബ്രിൻഡോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കട്ടാണ് കേട്ടോ, മറ്റേ മഷ്റൂം കട്ടില്ലേ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ 90s പിള്ളേർക്കറിയാം, ഈ ബാക്കൊക്കെ നല്ലോണം പറ്റിച്ചിട്ട് ഒരു തൊപ്പി കമത്തി വെച്ച പോലെ, അല്ലെങ്കിൽ ഒരു കൂണ് നിൽക്കുന്ന പോലെ ഒരു ഹെയർ കട്ട് ഉണ്ട്. അതായിരുന്നു ആക്ച്വലി ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് പക്ഷെ കുറച്ച് കയറി വന്നു. എനിവേ എന്താണേലും മുടി നീളുമ്പോൾ നല്ല രസമായിട്ടൊക്കെ കിടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു ഫൈനൽ ഹെയർ കട്ടിലേക്ക് ഇതേ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി എന്താണേലും എല്ലാ പെൺപിള്ളേരും ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ ബോയ് കട്ടൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളെ കാണുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ കമൻസ്, ഇതൊക്കെ ഒരു പല കമൻസ് ആയിരിക്കും കേട്ടോ വരുന്നത്. ചിലർ അന്തം വിട്ടു അയ്യോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലർ ഒന്നും മിണ്ടാതെ നമ്മളെ കണ്ടിട്ട് നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലരാണെങ്കിൽ മുഖത്തിട്ടൊരു അടി അടിച്ചില്ലാന്നേ ഉള്ളൂ, അതുപോലെ റിയാക്ട് ചെയ്യുന്നവരുണ്ടാവും ഹെയർ കട്ട് ചെയ്യുമ്പം. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല, വേറെ പല റിയാക്ഷനായിരിക്കും. നമുക്കൊരു ഹെയർ കട്ട് ചെയ്യുമ്പോൾ രസമാണ് കേട്ടോ. നമുക്ക് ആ ഒരു മൈൻഡിൽ നമുക്ക് ആ ഒരു ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുമ്പം ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ഒരു ഇതിലെടുക്കാൻ പറ്റുമെങ്കിൽ രസമാണ്. ഇപ്പം എന്താണേലും എല്ലാ പെൺപിള്ളേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ.
പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ ഓടിച്ച് പോകുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെൽമെറ്റ് അങ്ങ് വയ്ക്കുമ്പോഴത്തേക്കും ആകെ മൊത്തം ഇത്ര ഹെയർ അല്ലേ ഉള്ളൂ. ഹെൽമെറ്റ് അങ്ങ് വയ്ക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ആൺപിള്ളേരൊക്കെ വണ്ടിയെ പോകുന്നതാണെന്ന് തോന്നുന്നു. ആർക്കും ഒരു പിടി കിട്ടില്ല. നമ്മുടെ ഇന്നത്തെ കാലത്ത് സൊസൈറ്റിയിൽ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ആൺകുട്ടികളാണെങ്കിൽ വലിയ പ്രശ്നമില്ല, രാത്രിയിലൊക്കെ തന്നെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പം അത് എന്നെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആൺകുട്ടിയാണെന്ന് കേട്ടോ പറയുള്ളൂ, പെണ്ണാണെന്ന് ആരും പറയില്ല. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതേ മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളൊരവസ്ഥ. ഇനിയുണ്ട് പണികൾ, ഇനിയും പണികളുണ്ട്, തീർന്നിട്ടില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹെയർ കളറിങ് ആണ്. അതിനായിട്ട് ഇതേ ഒരു ചട്ടിയൊക്കെ ഇതേ തലയിൽ കമത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഹെയർ ഓരോ സ്ട്രീക്സ് ആയിട്ട് പൊക്കി പൊക്കി എടുത്തിട്ട് കളർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ സ്കാൽപ്പിൽ കെമിക്കൽ പറ്റുന്നതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കളറിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എൻ്റെ മുടി നമ്മുടെ ഒരു ബ്ലാക്ക് കളറൊക്കെ മാറ്റി പ്രീ ലൈറ്റനിങ് ചെയ്യേണ്ടതുണ്ട്. പ്രീ ലൈറ്റനിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹെയർ കളറിങ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കളറ് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചേട്ടൻ സൂചി വെച്ച് കുത്തി കുത്തി പൊക്കിയെടുക്കുന്നതുണ്ട് എൻ്റെ ഹെയറൊക്കെ. അങ്ങനെ ഇതിലേയും എല്ലാം പൊക്കിയെടുത്തതിന് ശേഷമാണ് ഈ ഹെയർ കളറിങ് ചെയ്യുന്നത്. ഇതുണ്ട് ഇപ്പോൾ അതേ സൂചി പോലെ ഹെയർ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഇങ്ങനെ കളറിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കേട്ടോ. എന്തൊക്കെ ഐഡിയാസ് ആണല്ലേ, ഭയങ്കര ഐഡിയാസ് ആണല്ലേ. അപ്പോൾ അതേ ഹെയർ കളറിങ് എല്ലാം ചെയ്യുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ വീഡിയോഗ്രാഫർ ഞാൻ തന്നെയാണ്, ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയിട്ടോ, അതുകൊണ്ട് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ടൺ ടൺ ടടേങ്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ, എനിക്കിഷ്ടമായി.